പ്രേക്ഷക വിധി പ്രകാരം നൂറ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു. ഓക്കെ ബിഗ് ബോസ്. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ 99th ഡേ 20th എവിക്ഷൻ. നൂറ, വെൽക്കം ടു ലൈൻ ഗേൾ. ഹായ്. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? ബിഗ് ബോസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അടിപൊളിയായിരുന്നു. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നല്ലോണം നല്ലോണം വെല്ല് എനിക്കറിയാം. നല്ലോണം ക്ഷീണിച്ച് ശോഷിച്ചു പോയി. ഇത്രയധികം സ്വന്തം ഞാൻ ഭയങ്കര ക്ഷീണിച്ചു. ഞാൻ എങ്ങനെ പോയതായിരുന്നു. അപ്പൊ തടിച്ച് ഒക്കെ നല്ല ഗുണ്ടുമണി പോയതായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ മെലിന്. പക്ഷെ പുറത്തിറങ്ങിയാൽ നോക്കിയോ എന്തൊക്കെയാണെന്നറിയോ? ഒരു ആംഗിളിൽ നിന്ന് ആലിയ ഭട്ട്, ഒരു ആംഗിളിൽ നിന്ന് കേട്ടിരുന്നോ? ഇങ്ങനത്തെ ആരെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞ് അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് ആരോ പറ്റിച്ചതാ. ആലിയ ഭട്ട് ഒരാംഗിൾ വേറെന്താ, എല്ലാം നല്ലതാ. ഭയങ്കര എന്താ പറയാ, കേരളം കാത്തിരുന്ന എവിക്ഷൻ ആയിരിക്കും. ബിക്കോസ് പീപ്പിൾ വോണ്ട് ടു സീ യു ലൈവ്. സീരിയസ്ലി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. പറ്റുന്നില്ല. അത്രക്കുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അബൌട്ട് യുവർ സ്മൈൽ, ദ വേ യു ലുക്ക്. ഈ സൈഡ് നാലിയ ഭട്ടാന്ന് പറയുന്നു, മുടി കണ്ടാൽ അങ്ങനെയാന്ന് പറഞ്ഞു. നമുക്ക് ഞാൻ പിന്നെ ഇത് കൂടുതൽ പറയുന്നില്ല, എനിക്കൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ എവിക്ഷൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെയും നിങ്ങൾ തമ്മിൽ ഭയങ്കര മനപ്പൊരുത്തായിരുന്നു അല്ലേ? രണ്ടുപേരും മിഡ് വീക്ക് എവിക്ഷൻ. യെസ്, രണ്ടാൾക്കാരും. നൂറ ഇല്ലാത്ത 2 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ആദില ഇല്ലാത്ത 2 ദിവസം എനിക്ക് ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് ആ ഒരു ഇമോഷണൽ ആ ഒരു സംഭവം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. അതായത് ഇമോഷണലി ഞാൻ ഒന്നും കൂടെ വീക്ക് ആവാണ്ട് ഞാൻ പോകുമെന്ന് വിചാരിച്ച്. പക്ഷെ അവിടുന്ന് കുറെ പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോ ഞാൻ ആകെ ഡൗൺ ആയി. കാരണം അതില് പോയിട്ട് അതായത് പോകുമ്പോ ഞാൻ കരഞ്ഞില്ല. ഞാൻ ഭയങ്കര സ്ട്രോങ്. എനിക്ക് കരയണ്ട, അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, സോ എനിക്ക് കരഞ്ഞോളെ പറഞ്ഞേക്കണ്ട എന്നുള്ളൊരിതുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര മിസ്സിങ് ഫീലിംഗ് ഒക്കെ ആയിരുന്നു. കാരണം ആദ്യമായിട്ടാണ് അങ്ങനെ വിട്ടു നിൽക്കുന്നത്. 2 ദിവസമേ ഉള്ളൂ പറയുകയാണെങ്കിൽ. അപ്പം എനിക്ക് തിരെ പറ്റുന്നുണ്ടായില്ല. ഞാൻ ബെഡുമ്മ പോയി കിടന്നിട്ടില്ല, ഞാൻ സോഫയിൽ കിടന്ന് എനിക്ക് പറ്റുന്നുണ്ടായില്ല തിരെ. ആണോ വിചാരിച്ചിരുന്നോ ഇപ്പൊ ഇത്രയും ദിവസം പോവും, ഇന്ന് എവിക്റ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്നോ? എനിക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എവിക്റ്റ് ആവും. എന്തായിരിക്കും റീസൺ? ബിക്കോസ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഏകദേശം നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഏകദേശം ഒരു ഇതുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിലും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിലേക്കും നൂറയ്ക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. വോട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബേസിക്. തീർച്ചയായിട്ടും. ഇഫ് യു റിമെമ്പർ, ഇത് ഞാൻ അതിലോടും പറഞ്ഞ കാര്യമാണ്. അതിൽ പറഞ്ഞു അന്ന് നിങ്ങൾ ഓഡിഷൻ വന്നപ്പോൾ പറഞ്ഞു 2 ആഴ്ച മാക്സിമം നിൽക്കും, അത് കഴിഞ്ഞ് 20 days. അവിടുന്ന് 99 days, just 1 day left. യെസ് എക്സാക്ട്ലി. ഓരോ എവിക്ഷൻ വരുമ്പോൾ അടുത്ത ഞങ്ങൾ ആരെങ്കിലും ഒന്നായിരിക്കും, അല്ലെ 2 ആൾ എവിക്റ്റ് ആവും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് കുറെ. പക്ഷേ ഇത്രയും നിൽക്കുന്ന അതാണ്. ഇറങ്ങാൻ നേരത്തെ അനുമോൾ എന്തോ സോറി പറയണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു കാര്യം? അത് ആക്ച്വലി ഒരു ഫൈറ്റ്, എപ്പോഴും നമ്മൾ ഇടയിൽ ഫൈറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ അതാണ് ഓള് സോറി പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും സംഭവിച്ചാണോ? ഇല്ല മിണ്ടുന്നില്ലായിരുന്നു ഞങ്ങൾ. ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ലായിരുന്നു. ശേഷം അപ്പൊ അതുകൊണ്ടാണ് സോറി പറഞ്ഞത്. അപ്പൊ ഇനി പട്ടായ പോണ്ടേ? പട്ടായ പോണം. ആരൊക്കെ കൂടെ പോകും? ഓള് ഇറങ്ങട്ടെ, എല്ലാരും കൂടെ പോകും. അനു, ശൈത്യ, ഞാൻ അതില്ല. എന്തിനാ പട്ടായ പോകുന്നത്? ഞാൻ അതിലടുത്തും ചോദിച്ചു. അതിലേക്കും ആക്ച്വലി അതെന്താന്ന് വെച്ചാല് ഒരു ദിവസം അനു ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു ദിവസം. അങ്ങനെ ഞങ്ങള് 4 പേരും ഇങ്ങനെ സംസാരിക്കും, നമ്മൾ എങ്ങോട്ട് പോകും, ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 4 ആൾക്കാരും എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് 4 ആളെ മൈൻഡിൽ വന്നത് പെട്ടെന്ന് പട്ടായയിൽ പോവാ. അങ്ങനെ അപ്പോൾ അതാണ്
പെട്ടെന്ന് അങ്ങനെ ആ ഒരു സംഭവം പട്ടാ ഗേൾസ് എന്നൊക്കെ പറഞ്ഞു. അതാ പട്ടാ ഗേൾസ് ഒരു ടൈറ്റിൽ തന്നെ, ഫോട്ടോ വെക്കാം നമ്മൾ, ഇനി മറ്റേ ബാനറൊക്കെ അടിക്കാം പട്ടാ ഗേൾസ്. അതാണ് അങ്ങനെ വന്നത്, പട്ടായ. ആദിൽ സോറി നൂറ തുടങ്ങുന്ന എനിക്ക് ഇപ്പോഴും ആദിലാന്ന്, എനിക്ക് ആദില നൂറ എന്ന് പറഞ്ഞ് അല്ല നമ്മളെപ്പോഴും അങ്ങനെ പറഞ്ഞു ശീലിച്ചു ആദില നൂറ. വിചാരിച്ചിരുന്നോ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമെന്ന്? എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതുണ്ടായിരുന്നു, എനിക്ക് വിചാരിച്ചിരുന്നു. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഗുണം എന്താ? സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഗുണം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ പറ്റി. ഞങ്ങൾ രണ്ട് ഇൻഡിവിജ്വൽ ആണല്ലോ ആഫ്റ്റർ ഓൾ. അപ്പോൾ രണ്ടാൾക്കും ഒന്നും കൂടെ വൃത്തിക്ക് കളിക്കാൻ പറ്റി ഗെയിംസ്. അവിടെ ഹൗസിനകത്തെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവൻ നൂറേനെ കേട്ടിട്ടുണ്ടാവും, നൂറ ഒരു ബാഡ് പ്ലെയർ ആണ് എന്നാണ് തുടക്കത്തിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് യു ആർ പ്രൂവ്ഡ്, ടിക്കറ്റ് ടു ഫിനാലെ എടുത്ത്. അത് ആക്ച്വലി വാസ് ദാറ്റ് എ സ്ട്രാറ്റജി? അങ്ങനെ ഒരാൾ ഗെയിമറും മറ്റാൾ കുറച്ചും കൂടെ സൈലൻ്റ് ആയി, അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരുന്നോ? ഇല്ല, ഒരിക്കലും അല്ല. എനിക്ക് ആക്ച്വലി അങ്ങനെ ഞാൻ കയറിയ തന്നെ ഒരു സ്ട്രാറ്റജിയോ ഗെയിം പ്ലാനോ ഒന്നും വെച്ചിട്ടല്ല. പക്ഷെ കയറിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ എത്രത്തോളം മറ്റുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് എങ്ങനെ ജെല്ലാവും എന്നൊന്നും. ഞാൻ പ്രത്യേകിച്ച് ഭയങ്കര ഒരു ആംബിവേർട്ട് ആണ് ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര കുറച്ച് ടൈം എടുക്കും ഒന്ന് ജെല്ലാവാൻ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ആൾക്കാർ എന്നെന്താണ് ജഡ്ജ് ചെയ്തു. അതായത് ഞാൻ ഭയങ്കര ഒരാളുടെ ഷെയ്ഡാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര തീരെ പ്രോപ്പറായിട്ട് ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ജഡ്ജ്മെന്റൽ സംഭവം വന്നു. അപ്പം എൻ്റെ ഉള്ളിലും ഒരു വാശി വന്നു. അങ്ങനെ പക്ഷെ അത് നമുക്കും കാണുമ്പോഴേ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഏകദേശം ആദില, അത് നൂറയുടെ ബ്രെയിനും ആദിലയുടെ വോയിസും പോലെയായിരുന്നു കുറെ സ്ഥലത്തൊക്കെ. ആക്ച്വലി അങ്ങനെയാണോ നിങ്ങൾ? ഒരിക്കലും അങ്ങനെയല്ല. ആദിലയാണോ സംസാരിക്കുക കൂടുതൽ? സംസാരിക്കുക എങ്ങനെ വെച്ചാല് ഡിപ്പെൻസ്. ആക്ച്വലി എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അവളതല്ല, തോന്നലുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ അവളതല്ല, അവള് നല്ലോണം സംസാരിക്കും. എന്നെക്കാളും ഒന്നും കൂടെ എക്സ്ട്രോവേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സംസാരിക്കും, നല്ലോണം സംസാരിക്കും ആള്. ഇപ്പൊ എന്തൊരു ടോപ്പിക് ആവട്ടെ, ആൾക്ക് തോന്നണോ തോന്നണ്ടാത്ത അതല്ല, ഓൺ ദ സ്പോട്ട് ആണ് റിപ്ലൈ. ഒന്നും ആലോചിക്കും. അതെ. ആരാണ് കൂടുതൽ വഴക്കുണ്ടാക്കുക? വഴക്കുണ്ടാക്കുക അതിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ അവിടെയും ഇവിടെയും പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കുറച്ചിങ്ങനെ സൈലന്റ് ആയി പോയി എന്ന് അവള് കാണുമ്പം അവൾ എന്നെ അഡ്വൈസ് ചെയ്യും, ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല, ഇത് എന്താണ് നമ്മളെ വീടൊന്നല്ല, നമ്മൾ ഗെയിം പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ സൈലന്റ് ആവാൻ പാടില്ല. അതിലൊക്കെ നമ്മൾ കുറച്ച് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതിലെ പുറത്ത് പോയില്ലേ? അതിലെ പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഡു യു തിങ്ക് കുറച്ചും കൂടെ വോട്ട്സ് കൂടും? കാരണം നിങ്ങളുടെ വോട്ട്സ് എപ്പോഴും സ്പ്ലിറ്റായി പോകുന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ വിചാരിച്ചോ? അത് ആക്ച്വലി നമ്മളെ കണ്ടസ്റ്റൻസ്, അതായത് എവിക്റ്റ് ആയ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിൽ വിശ്വാസമൊന്നുമില്ല കേട്ടോ. അതായത് വോട്ട്സ് സ്പ്ലിറ്റ് ആവും എന്നുള്ള ഒരു വിശ്വാസമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇവർ പറഞ്ഞപ്പോൾ ഓക്കെ അങ്ങനെ ഉണ്ടാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് ഷുവർ. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എല്ലാവരും എനിവേസ് ഇത്രയും നിൽക്കാൻ പറ്റിയ വലിയ കാര്യം. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു റീ എൻട്രി? എല്ലാവരും വന്നപ്പോൾ ഹൗ വാസ് ഇറ്റ്? എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഒരുമാതിരി വരണ്ട മരുഭൂമി പോലെ ഇരിക്കായിരുന്നു. എന്താ പറയാ, അപ്പോൾ ഒരു മഴ പെയ്ത അവസ്ഥയായിരുന്നു. എന്നിട്ട് എല്ലാരും കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി സത്യം പറയാം. പിന്നെ കുറച്ച് ഇടിയും കുറച്ച് മിന്നലും സ്ഫോടനവും ഒക്കെ ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് പോയ കണ്ടസ്റ്റൻസ് അല്ലേ, നിങ്ങൾ ആദ്യത്തെ ദിവസം മുഴുവൻ അവിടെ മുതലുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടുന്ന് പോയവർ പോലെ തന്നെയാണോ തിരിച്ചു വന്നേ? ഐ തിങ്ക് നോ. അല്ലേ, നല്ല മാറ്റങ്ങളുണ്ട്. നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. മേ ബി പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാവാം. പിന്നെ ഓല മൈൻഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന ആൾക്കാർ ടോപ്പ് 5-ലെത്തും, ഇന്ന ആൾക്കാർ എന്താ പറയാ കപ്പെടുക്കും എന്നൊക്കെയുള്ള കുറെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അത് ഒബ്വിയസ്ലി നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ച് അവരുടെ സംസാരവും അവരുടെ കുറെ ഏറെക്കുറെ എന്ന് ഞാൻ പറയാം. ഐ മീൻ സേ ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെവിൻ ടോപ്പ് 5-ലെത്താൻ ചാൻസ് കുറവാണ്, എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ്റെ ഒരു കോൺഫിഡൻസ് അവിടെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്ത് ഇത്തിരി നെഗ് പോയിട്ടുണ്ട് എന്നൊക്കെ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ആരാണെങ്കിലും അത് കുറച്ച് നമ്മളെ ബാക്കോട്ട് വലിക്കും, നമ്മൾ ഒന്ന് ഡൗൺ ആയി പോകും. അങ്ങനത്തെ രീതിയിൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. നിങ്ങൾ ബിഗ് ബോസിൽ പോവാൻ തീരുമാനിച്ചു, അതിപ്പം ഒരു പോയിന്റിൽ നമ്മുടെ ഓഡിഷന് വന്നല്ലോ. അപ്പോൾ ഓഡിഷന് വന്ന് ഫസ്റ്റ് ഡേ ഐ സ്റ്റിൽ റിമെമ്പർ നിങ്ങൾ രണ്ടുപേരും വന്നിരുന്നത്. അപ്പോൾ എന്തായിരുന്നു ബിഗ് ബോസിൽ പോവണം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോയിട്ട് എന്തായിരുന്നു ആ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം? എനിക്ക്
ഈ ഒരു സംഭവം, ഈ ഒരു റിയാലിറ്റി ഷോ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരാണ് എന്നുള്ളത് എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരുന്നു ഒന്നും കൂടെ. ഞാൻ എങ്ങനെയായിരിക്കും വിത്ത് മെനി പീപ്പിൾ, ഞാൻ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും, ഞാൻ പെട്ടെന്ന് ജെല്ലാവോ. പക്ഷെ എനിക്ക് മനസ്സിലായത് പോവുക തന്നെ ഞങ്ങൾ രണ്ടാളുമായിരിക്കും ഏറ്റവും കൂടുതൽ അവിടുത്തെ ആൾക്കാരുമായിട്ട് കണക്ട് ആയത്. എല്ലാവരുമായിട്ടും നല്ലപോലെ കണക്ട് ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതൊക്കെ വിചാരിച്ചിരുന്നു, ഞങ്ങൾ അവിടെ പോയി ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല, ഇതായിരിക്കും ഞങ്ങളുടെ സ്ട്രാറ്റജി, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രാറ്റജീസ് ഒന്നും ഞങ്ങൾ ബിൽഡ് ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആവണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആരുമായിട്ട് ആ ഒരു ഹേറ്റ്രഡ് കീപ്പ് ചെയ്യരുത് എന്നുള്ളതുണ്ടായിരുന്നു. പുറത്തിറങ്ങിയാൽ ഇവരെ കാണേണ്ടതാണ്, അത് അവിടെ തീർക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ വീട്ടില് ഇങ്ങനെ ഇപ്പം പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ ഒരു എക്സിസ്റ്റൻസ് ഡിക്ലെയർ ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെയോ എല്ലാവരോടും പറയാനുണ്ട്, അവയർനെസ് കൊടുക്കാം, ചെയ്തോ അതൊക്കെ? യെസ്, നമ്മൾ പോയതും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒരു എന്താ പറയുക, നമ്മളൊരു എക്സിസ്റ്റൻസ് തന്നെ ഒരു ഇതാണല്ലോ. അപ്പോൾ നമ്മൾ നമുക്ക് വോയിസ് ഉയർത്തണം എന്ന് തോന്നുന്നിടത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. യെസ്, ഒബ്വിയസ്ലി. ഓക്കെ, ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പം നിങ്ങൾ ആ ഒരു 2 ആഴ്ച എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ 2 ആഴ്ച വിചാരിച്ചത്. പക്ഷെ ആ ആൾക്കാർ 99 ദിവസം നിൽക്കുമ്പോൾ ദ എമൗണ്ട് ആൾക്കാർക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് അതിൽ തന്നെ റിസംബിൾ ചെയ്യുന്ന കാര്യമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു 7ന്റെ പണി? 7ന്റെ പണി ചോദിക്കല്ലേ, മറക്കാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ 7ന്റെ പണി എന്താ അതിനകത്ത്? അതിൻ്റെ അകത്ത് 7ന്റെ പണി എന്ന് പറയുന്നത് ഡ്രസ്സ് കിട്ടാത്തത്. ഡ്രസ്സ്, നമ്മളെ കോസ്മെറ്റിക്സ്, അതൊക്കെ എടുത്തു വെച്ച്. പക്ഷെ ലുക്ക് അറ്റ് യു, ഒന്ന് നോക്കി നോക്ക്. ഇനി അവിടെ ചെന്ന് നോക്കുമ്പോൾ നൂറയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല കോംപ്ലിമെന്റ്സ് അത് നമ്മുടെ ഇവിടുന്ന് തന്ന ആ ഒരു കോസ്റ്റ്യൂം, മേക്കപ്പ് ഒന്നും ഇല്ലാതെ ആ ലുക്കിനായിരുന്നു. ലുക്ക് അറ്റ് യു, യു ഹാവ് ടു ഗോ ബാക്ക് ടു ദാറ്റ്. പക്ഷെ ഞാനെന്തോ ബിഗ് ബോസ് കാണിച്ച ഏതോ ഒരു വീഡിയോയിലൊക്കെ ഞാൻ എന്നെ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു കോലമൊക്കെ പോലെ തോന്നി. ഒരു കോലം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഒരു കോലം ഉണ്ടായില്ല. അങ്ങനെ അതാ, ഒരു കോലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സീരിയസ്ലി ഐ എം ടെല്ലിങ് യു, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വെൻ യു ഗൈസ് ആർ സിറ്റിംഗ് നോ മേക്കപ്പ്, അതിൽ കിട്ടുന്ന ഭംഗിയുണ്ടല്ലോ. അപ്പൊ ചില ആൾക്കാർക്ക് ഇപ്പം ഞാൻ എന്നെ പറയാം, എനിക്ക് എന്നെ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ കാണാൻ ഒരു ഇഷ്ടമില്ല. പക്ഷെ നിങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും ക്യാരി ചെയ്യാൻ പറ്റും, ഞാൻ എല്ലാവരും പറയുന്നില്ല. ബട്ട് ഓൺ ദോസ് ക്ലിപ്സ് യു ഷുഡ് സീ യുവർ സെൽഫ്, യു ലുക്കിംഗ് എക്സ്ട്രീംലി ഗുഡ്. പക്ഷെ എന്താ പറയാ, നമ്മളെ കോൺഫിഡൻസ് ഉണ്ടല്ലോ ബീട്രൂട്ട് ഒക്കെ തേച്ച് നടക്കല, വേറൊരു വഴിയില്ല. ഇതൊക്കെ നമ്മൾ ഈ ആദിമ മനുഷ്യരായിട്ട് അങ്ങനെ തിരിച്ചു പോക്കായിരുന്നില്ല. എന്തൊക്കെ പഠിച്ചു കുറെ ജീവിതം പഠിച്ചു. എന്തൊക്കെ ജീവിതം പഠിച്ചു പറ. നമുക്കിപ്പോ ഇനി ഡ്രസ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സർവൈവ് ചെയ്യാൻ പറ്റും. ഫുഡ് ലാവിഷ് ആയിട്ട്. കുക്ക് ചെയ്യായിരുന്നോ നിങ്ങള്? കുക്ക് ചെയ്യാൻ മീൻസ് മുമ്പ് വീട്ടിൽ നിന്ന്? വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യും, യൂട്യൂബ് ഉള്ളതുകൊണ്ട്. അങ്ങനെ അല്ലാത്ത പക്ഷം അങ്ങനെ ഓരോ കുക്കിംഗ് ഒന്നും എനിക്കറിയാൻ പാടില്ല, എന്നാലും കുക്ക് ചെയ്യാൻ അത്യാവശ്യം. ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് എന്തൊക്കെ പഠിച്ചേ? അതന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഫുഡ് ലാവിഷ് ആയിട്ട്, ഞാനൊക്കെ എന്ന് വെച്ചാൽ വാരി വലിച്ച് എപ്പോഴും സ്വീറ്റ്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഇതൊക്കെ തന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ പോയപ്പോ പരിപ്പും ചോറും ഉരുളക്കിഴങ്ങും ചോറും ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വെച്ചാണെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ച്. പിന്നെന്താ വെച്ചാല് ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോളായി, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റി. ഇപ്പൊ നമുക്കുള്ള എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ബിഹേവിയറോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒരു എന്താ പറയാ ഗുഡ് ഹ്യൂമൻ, അതെ അതൊക്കെ പോലെ തോന്നിയിട്ടുണ്ട്. ശുദ്ധ ആക്കൂലേ, മനസ്സിലായി, നന്നാക്കി എടുത്ത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പഠിച്ച പാഠങ്ങൾ. നൂറ അത്യാവശ്യം ദേഷ്യം വരുന്ന ആളാണോ? എനിക്ക് നല്ല എക്സ്ട്രീം ദേഷ്യം വരും. ഞാൻ കാണുന്ന തൊട്ട് ഞാൻ പാവൊന്നുമല്ല. ആരെ പറഞ്ഞു പാവം? നമുക്ക് അങ്ങനെ ഒരു തോന്നലേ ഇല്ല, കാണുന്ന തൊട്ട് പാവൊന്നുമല്ല. അല്ല, ഞാൻ കയറുന്നതിന് മുന്നേ വരെ പല ആൾക്കാരും ഞാൻ ഭയങ്കര ജഡ്ജ് ചെയ്യാനും ഞാൻ ഭയങ്കര പാവാണെന്ന്. ഇപ്പം അത് മാറിയിട്ടുണ്ടാവും. ഓക്കെ, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അതായത് എനിക്ക് എന്തെങ്കിലും കയ്യിൽ ദേഷ്യം വരുന്ന സമയത്ത് കയ്യിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വലിച്ചെറിയും. അതാണ് എൻ്റെ മെയിൻ സ്വഭാവം. അപ്പോൾ അതൊക്കെ ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്ത് ക്യാമറയിൽ പെടുക. ഞാൻ ദേഷ്യം പിടിച്ച് ക്യാമറ ഭയങ്കര പേടിച്ചിട്ടാണോ? അത് കുറച്ച് കോൺഷ്യസ് ആയിരുന്നു. ദേഷ്യമൊക്കെ വരുമ്പോൾ ഞാൻ വലിച്ചെറിയും. ദേഷ്യം ഉണ്ടല്ലോ, അത് കൺട്രോൾ ചെയ്യാനൊക്കെ അതൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ ഞാൻ പഠിച്ച്. പക്ഷെ ഞാൻ വിചാരിച്ചു നൂറ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, ഞാനെന്നല്ല കേട്ടോ, ഒരു ഒട്ടുമിക്ക പ്രേക്ഷകരുടെയും ഒരു തോന്നൽ നൂറ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ പോലെ അധികം സംസാരിക്കാത്ത ഒരാളാണ്, പെട്ടെന്ന് അഗ്രസീവ് ആവാത്ത ഒരാളാണ്. ഇതൊക്കെ നമ്മൾ വിചാരിച്ച അതിലെന്നാണ്. അതല്ല,
അങ്ങനല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റിയിട്ടുണ്ടോ, ഒരു റിയാലിറ്റി ഷോയിൽ വന്നപ്പോഴായിരിക്കും ഞാൻ ആരാന്നുള്ളത് മനസ്സിലാക്കണം നാട്ടുകാർക്ക്. അല്ലെങ്കിൽ എൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ എന്നെ കുറച്ച് നേരം കണ്ടാലോ ആൾക്കാർ ഈ കുട്ടി ഒരു പാവ, അതിലെ വശീകരിച്ച് കയ്യിലാക്കി അങ്ങനെയൊക്കെ ആൾ പറയാ പൊതുവേ. അങ്ങനെ പറയുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ പറഞ്ഞു ഉത്തരം. അങ്ങനല്ല, ആരങ്ങോട്ട് വശീകരിച്ചല്ല, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വശീകരിച്ചു. അന്നാണ് നമ്മൾ ഇഷ്ടത്തിലായി. ആരാണ് ആക്ച്വലി പൊസസീവ് ഇതില്? പൊസസീവ് എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്താ പറയാ, സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഞാൻ ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു പൊസസീവ്നെസ്, റെസ്ട്രിക്ഷൻസ് അങ്ങനൊന്നും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണർ അല്ല ഞാൻ. പിന്നെ എനിക്ക് തോന്നുന്നു അതില കുറച്ചും കൂടെ പൊസസീവ് ആണെന്ന് തോന്നുന്നുണ്ട്. യെസ്, അതിലേക്ക് കൊടുത്തു. ഞാൻ ചോദിച്ചപ്പോഴും അതിൽ അങ്ങനെയാ പറഞ്ഞു കേട്ടോ. ഞാൻ പൊസസീവ് പാവം ചോദിച്ചതും പറഞ്ഞു. ഞാൻ അതല്ലാന്ന് പറഞ്ഞാൽ ചോദിക്കാൻ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരി പൊസസീവ് ആണ്. ഓക്കെ, ഒരു പോയിന്റ് ഉണ്ടായിരുന്നില്ലേ ലൈഫിൽ വീട് വിട്ട് പോകുന്നു? ഐ നോ ഇറ്റ്സ് വെരി ഹാർഡ്, 2 പെൺകുട്ടികളെ വീട് വിട്ട് പോകുന്നു, ഒറ്റയ്ക്ക് ജീവിക്കാൻ. ഹൗ വാസ് ദാറ്റ്? ലൈക്ക് അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടി കാണുമല്ലോ. എന്നിട്ടാണോ നിങ്ങൾ ജോലിയൊക്കെ കണ്ടുപിടിച്ചത്? ഉറപ്പായിട്ടും നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം അറിയാലോ നിങ്ങൾക്ക്, നമ്മൾ പാരൻസ്, അതായത് ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ഫാമിലി, ഇറങ്ങാൻ പോലും പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങുന്ന കുട്ടികൾ. സോ സൗദിയിലും ആണ് 4 ചുമരിൻ്റെ ഉള്ളിൽ, നമ്മൾ പുറം ലോകം അധികം കണ്ടിട്ടല്ല വളർന്നേക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കും. 3 വർഷത്തെ പ്ലാനിങ് ഒക്കെ ഉണ്ട്, പെട്ടെന്നല്ല. അപ്പം അങ്ങനെ ഇറങ്ങാം, പോവണം, വീട്ടുകാരെ ആക്സെപ്റ്റ് ചെയ്യൂല, ആക്സെപ്റ്റൻസ് കിട്ടാൻ പോകുന്നില്ല എന്ന ആ ഒരു നിമിഷം, നമുക്ക് ജീവിക്കണം, ജീവിക്കണം, ആ ഒരു നിമിഷം വാസ് റിയലി ഹാർഡ്. ലൈക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഭയങ്കരമായിട്ട് കുറേ സിറ്റുവേഷൻ, വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ വരെ പോയിട്ടുണ്ട്. കുറേ സ്ട്രഗിൾ ചെയ്തു. നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയൊക്കെ ഉണ്ടായിരുന്നു? യു ഗൈസ് വർ ആ സൈഡിൽ സെറ്റിൽഡ് ആയിരുന്നു? ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ സേഫ് ആയിരുന്നു. ഞങ്ങൾക്ക് ജോലി സെറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പഠിത്തം കഴിഞ്ഞു, ജോലി സെറ്റായിട്ടാണ് ഇറങ്ങിയത്. ബട്ട് ഹൗ ഈസി ടു ലീവ് ഇൻഡിപെൻഡൻറ്റ്? അത് ഇപ്പം നിങ്ങൾ ഐ യു എൻജോയിങ് ഇറ്റ്, ലൈക്ക് ബീയിങ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ? ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും. ഇപ്പം സാധാരണ ശരാശരി നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബാക്കപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡോ ചേട്ടനോ അച്ഛനോ കുടുംബക്കാരോ ഒക്കെ എന്തെങ്കിലും നമ്മളൊന്ന് വീഴുമ്പം സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്ന ഒരു എന്താ പറയുക, പ്രിവിലേജ് ആണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും അത് ഇല്ലാതെ ജീവിക്കുന്നവരാ. ഹൗ വാസ് ദാറ്റ്? ഇപ്പം ഞങ്ങൾ നോക്കുകയാണെങ്കിൽ പാരൻസിൻ്റെ ഒരു ബാക്കപ്പ് സപ്പോർട്ടാണ് ഇപ്പോൾ മെയിനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ ഒക്കെ അത് കുറച്ച് പാടായിരുന്നു സത്യം പറയാൻ. പക്ഷേ ഇപ്പം നോക്കുമ്പം ഞങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാണ് ആക്ച്വലി. വി ആർ ലിവിങ് അവർ ലൈഫ്. ഒരു പേടിയോ നാണക്കേടോ മോശമോ ഒന്നുമില്ല. വി ആർ ലിവിങ് അവർ ലൈഫ്. നിങ്ങളിപ്പം ഡിസൈഡ് ചെയ്തില്ലേ, നിങ്ങൾ കപ്പിൾസ് ആയിട്ട് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്തു. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ലൈക്ക് ഓഫീസിൽ അല്ലെങ്കിൽ താമസിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾ അത് പറഞ്ഞ് ബുള്ളി ചെയ്യാറുണ്ടോ? ഞങ്ങൾക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ബുള്ളിങ് ഏറ്റത് സോഷ്യൽ മീഡിയ എന്നാണ്. ഡെഫിനറ്റ്ലി നേരിട്ട് നമുക്ക് അങ്ങനെ വന്നിട്ടില്ല. നേരിട്ട് വന്ന് മുഖത്തേക്ക് നോക്കി പറയാനുള്ള ധൈര്യം അങ്ങനെ ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ പൊങ്കാലെന്ന് വെച്ചാ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കുറച്ചും കൂടെ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് യു ഗൈസ്, ദേ ഹാവ് സ്റ്റാർട്ടഡ് ലൈക്കിംഗ് യു ഗൈസ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതാണല്ലോ ഇപ്പൊ 99 ഡേയ്സ് ആയത്. ഉണ്ടാവും. കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്. അതെ, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്. അപ്പോൾ ഓൽക്ക് ഇത്ര ദിവസം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിർത്തണമെങ്കിൽ ഓൽക്ക് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഇഷ്ടം ഉണ്ടാവും. ഇന്ന് കേരളത്തിലുള്ള മലയാളം ഷോസിൽ വൺ ഓഫ് ദ മോസ്റ്റ് റേറ്റഡ് ഷോ ആണ് നമ്മുടേത്. അപ്പൊ പിന്നെ ഈ പറഞ്ഞതിനുള്ള ഉത്തരം അവിടെ ഉണ്ട്. നൂറ പഠിച്ചത് മുഴുവൻ സൗദിയിലാണ്. അപ്പം ഇങ്ങനെ ഒരു ശരാശരി ഒരു പേരൻസ് വളർത്തുന്ന ഈ പറഞ്ഞ പോലെ ഒരു കൺസർവേറ്റീവ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന കുട്ടിക്ക് ഒരു ഗോൾ ഉണ്ടാവുമല്ലോ. നമ്മളൊരു 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വളർന്ന ഇത് ചെയ്യും അത് ചെയ്യും. എന്തായിരുന്നു നൂറയുടെ പ്ലാൻ? എനിക്ക് എൻ്റെ പ്ലാൻസ് എന്ന് വെച്ചാൽ, എനിക്ക് സത്യം പറയുകയാണെങ്കിലും ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പാരൻസിൻ്റെ സൈഡിൽ നിന്ന്. അതായത് ജോലി കിട്ടുകയാണെങ്കിലും ആഫ്റ്റർ മാരേജ് ആവണം, അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. ഇപ്പോൾ ഫാമിലി സൈഡ് ആവട്ടെ റിലേറ്റീവ്സ് ആവട്ടെ എല്ലാവരും ഭയങ്കര
കാണാനൊക്കെ ഇത്തിരി കോലുണ്ട്, അപ്പോൾ വേഗം കെട്ടിച്ചേക്കാം, അല്ലെങ്കിൽ വേറെ ആരെയും കൂടെ പോയാലോ, അങ്ങനത്തെ ഒക്കെ ചിന്ത ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ 10ാം ക്ലാസ് തൊട്ടേ എൻ്റെ കല്യാണാലോചന നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്തെങ്കിലും ലൈക്ക് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം, എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് വേറെ ആരെയും എന്താ പറയുക ഒരു താങ്ങോ തണലായിട്ട് എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ സ്വന്തം പൈസ വെച്ചിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ പ്ലാൻ എന്ന് വെച്ചാൽ ഈ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടാവാം എനിക്ക് ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആവണം, അതാണ് എൻ്റെ ഒരു പ്ലാൻ, ഗോളായിരുന്നു. യെസ്, ഐ ആം. ഈ ഫാമിലി വീക്ക് വന്നില്ലേ, ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്ക് എനിക്കൊന്ന് നൂറയാണ്, ഞാൻ ആദ്യം അത്ര പറഞ്ഞു കേട്ടിട്ടില്ല, നൂറയാണ് എപ്പോഴും ആരെങ്കിലും വരുമോ, ആരെങ്കിലും വരാതിരിക്കും, എക്സ്പെക്ട് ചെയ്തിരുന്നു ആരെങ്കിലും വരും? ഒബ്വിയസ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന സ്വഭാവമുണ്ട്, സെയിം സാധനം. ഞാൻ ഇത്തിരി എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെറുതായിട്ടൊരു എക്സ്പെക്ട് ചെയ്തിരുന്നു, അനിയത്തിമാരോ അല്ലെങ്കിൽ ഞങ്ങൾ അനിയത്തിമാർ വരുന്ന ചെറിയൊരു എക്സ്പെക്ടേഷൻ. പക്ഷെ ഇറ്റ്സ് ഓക്കെ, നോട്ട് സോ ഫാർ നൂറ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സമൂഹം ആക്സെപ്റ്റ് ചെയ്തു, ഇനി അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ മേ ബി ഇറ്റ്സ് നോട്ട്, നിങ്ങളും ചെറിയ പിള്ളേരല്ലേ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആദിലെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായിരുന്നു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആള്? ക്ലോസ് ആയിട്ടുള്ളത് ഒന്ന് ശൈത്യ, ഒന്ന് അനുമോൾ ക്ലോസ് ആയിരുന്നു. പക്ഷെ അനുമോളായിട്ട് ഭയങ്കര ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി, ഈ പറഞ്ഞ പോലെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലല്ലേ പോകുന്നത് തിരിച്ച്? സത്യം പറയുകയാണെങ്കിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അനുമോളും നമ്മളെ ഐഡിയോളജി, പിന്നെ അനുമോള് പറയുന്ന കുറേ കാര്യങ്ങൾ, അതൊന്നും നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ, മണ്ടത്തരമാണ്, വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവളെ വിചാരം ഇവളാണ് എല്ലാം അറിയുന്ന ഒരു ആളെന്നുള്ളൊരു വിചാരമാണ്. പിന്നെ ആളൊരു പ്രശ്നം എന്താ വെച്ചാൽ തെറ്റ് ആക്സെപ്റ്റ് ചെയ്തുള്ള ഒരു ശീലമല്ല കുട്ടിക്ക്. അപ്പം അത് നമ്മളെയും കൂടെ കുറച്ച് പ്രശ്നത്തിലാക്കുന്നതാണ്. നമ്മളെ ദേഷ്യം കൂടെ അത് കൂട്ടും, ഇവളെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്യാത്തത്. അനുമോൾ, ആ വീട്ടിൽ ഏറ്റവും ഫേക്ക് പേഴ്സൺ ആരാ ഇതുവരെ വന്നതിൽ? ഓരോരുത്തരും ഓരോ ഗെയിം സ്ട്രാറ്റജീസ് ഒക്കെ ആയിട്ട് വന്നേക്കാണ്. ഒരു പർപ്പസ് ഉണ്ട് എല്ലാവർക്കും. നമ്മൾ പറയില്ലേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, ആ ടൈറ്റിൽ ആർക്ക് കൊടുക്കാം? കുടിച്ച വെള്ളത്തിൽ നെവിൻ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്, എന്നെ വിശ്വസിക്കണ്ടെന്നൊക്കെ പറയും. തക്കം കിട്ടിയാ പറ്റിക്കും. കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ആരാ? പറ്റിക്കൂല. ആണോ? ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ആണോ? അപ്പോൾ ഈ പറഞ്ഞ പ്രപ്പോസലൊക്കെ ഭയങ്കര ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രപ്പോസലായിരുന്നു? പ്രപ്പോസൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓഹോ, ഏറ്റവും വലിയ കാര്യം, അതിലെനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതെന്താ വെച്ചാ മൂപ്പർക്ക് അവസാനത്തെ ആഴ്ചയിൽ ആണ് ഈ ഒരു മേ ബി ഫീലിങ്സ് ആയിരിക്കാം. അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അത് എല്ലാവർക്കും ഡൗട്ട് തോന്നി, മനസ്സിലായോ? അവസാനത്തെ ആഴ്ചയിൽ പെട്ടെന്ന് ഒരു പ്രണയം പറയുന്നത് അതിനൊരു ട്രാക്ക് പിടിച്ച് ലൈക്ക് അങ്ങനെ പോവാനാണെന്നുള്ളൊരു തോട്ട് വരുമല്ലോ. ഒബ്വിയസ്ലി ഗെയിമാണ്, അപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കുള്ളൂ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി പുള്ളിൻ്റെത് അത് ജെനുവിനായിരുന്നു ആക്ച്വലി. അനുവിന് താല്പര്യമുണ്ടോ ചെറുതായിട്ട്? അനുവിന് ഇല്ല താല്പര്യമില്ല. അതായത് ഓളെ ഒരു കോൺസെപ്റ്റ് ആള് അങ്ങനെ അല്ല എന്നാണ് ഓള് പറഞ്ഞത്. നൂറയ്ക്ക് ആര് വിന്നറാവുന്ന തോന്നുന്നത് നമ്മുടെ? എനിക്ക് നെവിൻ, അനീഷേട്ടൻ, ഷാനവാസ്ക, ഈ 3 വിന്നേഴ്സ് ഇല്ലടോ, ഇവിടെ ഒരു വിന്നറേ കിട്ടുള്ളൂ, ഒറ്റ കപ്പേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒരു പ്രഡിക്ഷൻ 3 ആൾക്കാരൊക്കെ. ഇനിയെങ്കിലും ഇനിയിപ്പോൾ 5 പേരില്ലേ ബാക്കി? ഇപ്പൊ കണ്ണടച്ച ഒരാളെ പറഞ്ഞ അനുമോൾ. ഓക്കെ, ഷാനവാസ്ക ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലേ? ഷാനവാസ്ക ആയിരുന്നു. പിന്നെ അതിനും ഇടയിൽ ഒരു സ്പ്ലിറ്റ് വന്നു. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ ചെറുങ്ങനെ. പുള്ളി എന്താ പറയുക, പെട്ടെന്ന് നമ്മളിപ്പോൾ തമാശ പറയുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ പുള്ളി അത് ഭയങ്കര പേഴ്സണലായിട്ട് ടു പേഴ്സണൽ. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ആവും, പിന്നെയും ഒന്നിക്കും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒബ്വിയസ്ലി അല്ല, അവിടെ നമ്മൾ മറ്റേ റിലേഷൻഷിപ്സ് ഉണ്ടാക്കാനും ഒന്നും പോയൊരു ആളല്ല. ഓക്കെ, ഇനിയിപ്പം നമ്മൾ പുറത്ത് വന്നു അല്ലേ, കഴിഞ്ഞു, നമുക്ക് നാളെ ഗ്രാൻഡ് ഫിനാലെയാണ്, 100 ദിവസം ആവുന്നു. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് പ്ലാൻ? ഇത് കഴിഞ്ഞാൽ എനിക്ക് ആക്ടിങ് അങ്ങനെ വലിയ വശമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരു ആഗ്രഹമാണ് ആക്ടിങ്, മോഡലിങ് ഒക്കെ ചെയ്യാൻ. എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എത്ര നല്ലോണം അതൊക്കെ ചെയ്യുന്നുള്ളത്. ഭയങ്കര നന്നായി ചെയ്തു. മറ്റേ കാർത്തുമ്പിയൊക്കെ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. സത്യം പറയാൻ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെയൊക്കെ ഒരു ആക്ട് സംഭവം, ഡാൻസ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പൊട്ടത്തരാണെന്നാണ് എൻ്റെ ഉള്ളിലൊക്കെ. നന്നായില്ലേ? അടിപൊളിയായിരുന്നു സത്യം. അപ്പൊ എനിക്ക് ആക്ടിങ് ചെയ്യാൻ താല്പര്യമുണ്ട്, മോഡലിങ്, ഇത് രണ്ടുമാണ് താല്പര്യം. ആ വീട്ടിലെ ഏറ്റവും വീക്കസ്റ്റ് മൊമെന്റ് എന്തായിരുന്നു? ഏറ്റവും സങ്കടം വന്ന മൊമെന്റ്?
ആ വീക്കെൻഡ് എപ്പിസോഡ് ആയപ്പം ലൈക്ക് ലാലേട്ടൻ ലക്ഷ്മിൻ്റെ ആ ഒരു ഇഷ്യൂ കാണിച്ചു. അപ്പോൾ അതെനിക്ക് ആക്ച്വലി എനിക്ക് ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല അവിടെ സങ്കടമായത്. എനിക്ക് ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നോ എന്ന് പറഞ്ഞ ആ ഒരു സങ്കടം എനിക്ക് ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ആയിട്ട്. ഞാൻ ചോദിച്ച സങ്കടം അതല്ല, ഇത് മറ്റേ ആനന്ദാശ്രുവിനെ പറ്റിയാണ് കുട്ടി പറയുന്നത്. ഞാൻ ലാലേട്ടനോട് പറയാം വീട്ടിൽ വിളിച്ച കുട്ടിക്ക് ഇത്തിരി സങ്കടമായി. ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ സങ്കടപ്പെട്ടു പോയി. ഓക്കെ, ഞാൻ ഡൗൺ ആയതാണ് ഏറ്റവും വിഷമിച്ചൊരു മൊമെന്റ്, ഹെൽപ്ലെസ് ആയ വിഷമിച്ച സന്തോഷം വന്ന മൊമെന്റ് എനിക്ക് മനസ്സിലായി. ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് പറഞ്ഞത് ഇപ്പൊ ആദില പോയിട്ട് അതിന് ശേഷമുള്ള ഒരു ഫൈറ്റ് ഉണ്ടായി. ഭയങ്കര ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുക. എനിക്ക് മടുത്ത് ഇവള് എടുത്തോട്ടെ കപ്പ് എന്നുള്ളൊക്കെ അവസ്ഥയിലായി. ഞാൻ പോട്ടെ എന്നൊക്കെയുള്ള ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ ശൈത്യനോട് പറഞ്ഞു ഞാൻ പോവാണ്, എനിക്ക് മതിയായി, കൊറേ ആയി ഇവളെ അടിയും ദേഷ്യവും ഫൈറ്റും. എന്നിട്ട് ഇവള് കൊറേ കരയുന്നു. അപ്പൊ പറഞ്ഞു തീർത്താൽ മതി. കൊറേ അനാവശ്യമായിട്ട് കരച്ചില് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പൊ അത് കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര നെഗാവുക ഇവള് കരയുന്ന കാണുമ്പോ. അപ്പൊ ഞാന് ആദിലെന്റെ കൂടെ ഉണ്ടായിരുന്നേ ഒന്നും കൂടെ ഞാൻ സ്ട്രോങ് ആയി നിന്നേനെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അതാണ് ആ വീട്ടിലെ ഏറ്റവും ഹെൽപ്ലെസ് മൊമെന്റ്. ഏറ്റവും സന്തോഷമായ മൊമെന്റ് ലാലേട്ടൻ വീട്ടിലേക്ക് വിളിച്ചത്. വേറെ ഏതെങ്കിലും ഉണ്ടോ പറയാൻ? പിന്നെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയത്, അത് ആക്ച്വലി ദാറ്റ് വാസ് സംതിങ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ഒരാൾ ഫൈനൽ 5 എത്താതിരുന്നത്. ബട്ട് സ്റ്റിൽ യു ഹാവ് ക്രാക്ഡ് ഇറ്റ്. അതായത് ഇങ്ങനെ തൊടാൻ പറ്റാത്ത രീതിയിൽ, മറ്റൊന്നൊക്കെ പറഞ്ഞു 1 പോയിന്റ് 2 പോയിന്റ് മാറ്റം, അങ്ങനെയൊന്നും അല്ല, തൊടാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കരമായിട്ട്. ആ വീട്ടിൽ ഏറ്റവും നല്ല ഗെയിമർ ആരാ? ബെസ്റ്റ് ഗെയിമർ എന്ന് എനിക്ക് തോന്നിയത് അനീഷ് ഏട്ടനാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ പുള്ളി എന്താ പറയുക, ആ വീട്ടിലേക്ക് കാല് കുത്തി അന്ന് തൊട്ടൊരു പ്രോപ്പർ ഗെയിം പ്ലാനോട് കൂടിയാണ് പുള്ളി വന്നേക്കുന്നത്. അതായത് ആദ്യം പുള്ളിൻ്റെ ഒരു എന്താ ഭയങ്കര ഒരു അഗ്രസീവ് സൈഡ് കാണിച്ച് പിന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളായി അറ്റ് ദി എൻഡ്. പിന്നെന്താണ് ഒരു സിനിമ കണ്ട ഒരു അവസ്ഥ. അത് തന്നെ ആയിരിക്കും പ്രേക്ഷകർക്കും കിട്ടിയേക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പോൾ പുള്ളി നല്ല അടിപൊളി ഗെയിമറാണ്. അപ്പോൾ നൂറ 99 ഡേയ്സ് വിത്ത് യു ഗൈസ്. ആദില 95ഉം നൂറ 99ഉം അടിപൊളിയായിരുന്നു. വി ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം ഞങ്ങൾ കണ്ട 2 സ്വീറ്റ് ലിറ്റിൽ കിഡ്സ്, അത് നാട്ടിലും വീട്ടിലും എല്ലാവർക്കും നിങ്ങളെ ഫാമിലിയൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും നിങ്ങളെ കാണുമ്പോഴത്തേക്കും ദേവർ ലൈക്ക് ഹഗിങ് യു, ലൈക്ക് നിങ്ങളെ കണ്ട് ആർക്കാ ഇഷ്ടപ്പെടാതെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ട്രോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ചുറ്റും സിനിമകളിലായിട്ടും ഈ പറഞ്ഞ പോലെ മോഡലിംഗ് കരിയറായിട്ടും ഒക്കെ നമ്മൾ വീണ്ടും കാണാം. Thank you very much. All the best.